ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേഖയാണെങ്കിൽ കരഞ്ഞ് പറയുമായിരിക്കും വരുണിൻ്റെ അടുത്ത്, വരുണേട്ട എല്ലാം ഒന്ന് തുറന്ന് പറ, ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്, ഒന്ന് പറ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞ് കാല് പിടിക്കുന്ന പോലെ പറയുമായിരിക്കും ചെയ്യുന്നത്. ഈ സമയം വരുണാണെങ്കിൽ പറയുമായിരിക്കും, ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ഒക്കെ ഞാൻ തന്നെയാണ്, നിനക്ക് എന്ത് വേണടി, എല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത്. രാധികാമ്മ ഒറ്റ കൊടുക്കുന്നേ ഉണ്ടാവില്ല. ശേഷം രേഖയാണെങ്കിലും പറയും, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാനും വരും കൂടെ, എന്നെയും കൊണ്ടുപോകണം എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ നമ്മുടെ വരുണാണെങ്കിലും പറയും, നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് മനസ്സില്ല, നീ ഇവിടെ തന്നെ അങ്ങോട്ട് നിന്നേച്ചാൽ മതി, എനിക്ക് നിന്നെ ഭാര്യയായിട്ട് കാണാനും സാധിക്കില്ല എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ രേഖയാണെങ്കിലും പറയുന്നുണ്ട്, എന്നെ ഒഴിവാക്കിയിട്ട് ആ സുവർണയുടെ കൂടെ സന്തോഷത്തിൽ ജീവിക്കാമെന്ന് വരുണേട്ടൻ വിചാരിക്കേണ്ട, എന്നെ രണ്ടിനെയും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി എന്നിങ്ങനെ പറയുമ്പോൾ വരുണ് ദേഷ്യം വന്നിട്ട് രേഖയെ ഒരൊറ്റ വീഴ്ത്തലായിരിക്കും നിലത്തോട്ട്. നമ്മുടെ രേഖയാണെങ്കിലും ബോധം കെടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആകെ ടെൻഷനായിട്ട് രേഖയടുത്തേക്ക് ഓടി ചെല്ലായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ കാഞ്ചനയാണെങ്കിലും വെള്ളം എടുക്കാനായിട്ട് ഓടുമായിരിക്കും. ഈ സമയം ഗോവിന്ദാണെങ്കിലും വരുണിൻ്റെ അടുത്ത് ദേഷ്യത്തിൽ പറയുമായിരിക്കും, മര്യാദയ്ക്ക് ഇവളെ പിടിച്ചോണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തോ, ഇല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന് ഇന്ന് തന്നെ നിന്നെ ഞാൻ ജയിലാക്കും. ഗോവിന്ദ് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ വരുൺ അതിലൊന്ന് പേടിക്കുകയായിരിക്കും ചെയ്യുന്നത്. ശേഷം രേഖയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരുൺ തന്നെ ഹെൽപ്പ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ICU ആയിരിക്കും കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. ആ സമയം ഡോക്ടർ വന്നിട്ട് പറയുമായിരിക്കും ചെയ്യുന്നത്, കൺഗ്രാജുലേഷൻസ്, രേഖ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം പറയുമായിരിക്കും. അപ്പോൾ ഈ സമയം നമ്മുടെ ഗീതുവിനാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും അതിയായ സന്തോഷമായിരിക്കും ചെയ്യുന്നത്. രാധികാമ്മ ഒന്ന് നെട്ടായിരിക്കും ചെയ്യുന്നത്. ശേഷം രാധികാമ്മ വരുണിൻ്റെ അടുത്ത്, കൺഗ്രാറ്റ്സ് മോനെ, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് ഭയങ്കര ഇതിലായിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ അത് നോട്ടിയായിരിക്കും ചെയ്യുന്നത്. ഗീതു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഈ ഒരു സന്തോഷമൊന്നും രാധികാമ്മയുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. പകരം എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താക്കാനാണ് നോക്കിയത്. അത് മാത്രമല്ല, എൻ്റെ അടുത്തൊരു കൺഗ്രാജുലേഷൻസ് പോലും പറഞ്ഞില്ല. മുഖത്ത് ഭയങ്കര ദേഷ്യം മാത്രമായിരുന്നു. ഇപ്പോൾ സ്വന്തം ചോര കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമാണ് രാധികാമ്മയുടെ മുഖത്ത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ശേഷം രേഖയെ ചെന്ന് കാണുമായിരിക്കും നമ്മുടെ ഗോവിന്ദും അതുപോലെ തന്നെ ഗീതും. എന്നിട്ട് പിന്നെ കൺഗ്രാജുലേഷൻസ് ഒക്കെ കൊടുക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ ഗീതും ഗോവിന്ദാണെങ്കിലും വരുണ് കാണാതാകുമ്പോൾ പറയുന്നുണ്ട്, വരുൺ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും ഒക്കെ അവൻ തന്നെയായിരുന്നു നിന്നത് എന്നൊക്കെ പറഞ്ഞ് വരുണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നുണ പറയാൻ നോക്കുമ്പോൾ നമ്മുടെ രേഖയാണെങ്കിലും പറയും, നിങ്ങൾ എന്നോട് ഇനി കള്ളമൊന്നും പറയണ്ട, എനിക്ക് സത്യം അറിയാം എന്നുള്ള രീതിക്ക് പറയുമായിരിക്കും ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രിയ ആണെങ്കിലും വിളിച്ച കാര്യങ്ങളൊക്കെ അറിയുകയാണ്. എന്നിട്ട് നല്ല സന്തോഷമായിരിക്കും പ്രിയയ്ക്കും ചെയ്യുന്നത്. ശേഷം ഗോവിന്ദാണെങ്കിലും പുറത്തിറങ്ങിയിട്ട് വരുണിൻ്റെ അടുത്ത് പറയുമായിരിക്കും, രേഖ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് ഈ ഒരു കാര്യത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. നീ എന്നെയാണ് എൻ്റെ ശത്രു എന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നീ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഇനി ചെയ്തോ, എന്നെ വീഴ്ത്താൻ പറ്റുമെങ്കിൽ വീഴ്ത്ത്, ഇനി എനിക്ക് നീ നന്നാവുന്ന യാതൊരു പ്രതീക്ഷയില്ല, പക്ഷേ ഇത്തവണത്തേക്ക് ഞാൻ ഈ ഒരു സന്തോഷ വാർത്തയിൽ നിന്നോടത്ത് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോവുമായിരിക്കും ചെയ്യുന്നത്. ശേഷം രാധികാമ്മയാണെങ്കിൽ പറയും വരുണിൻ്റെ അടുത്ത്, നിൻ്റെ കുഞ്ഞു കൊണ്ടുവന്ന ഭാഗ്യമാണെന്ന് കരുതി നീ ഇനിയിപ്പോൾ സ്നേഹം ഇല്ലെങ്കിലും സ്നേഹം അഭിനയിക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ശേഷം ഗീതുവും ഗോവിന്ദും ചെല്ലുന്നത് വിജയലക്ഷ്മി അമ്മയുടെ അടുത്തേക്കായിരിക്കും. വിജയലക്ഷ്മി അമ്മയോട് ഗീതു ആണെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയായിരിക്കും ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ വിജയലക്ഷ്മി അമ്മയ്ക്ക് അതിയായ സന്തോഷം വരികയായിരിക്കും ചെയ്യുന്നത്. ഒരുപാട് സ്നേഹപ്രകടനങ്ങളോടെ ഉമ്മയും അതുപോലെ തന്നെ കെട്ടിപ്പിടുത്തമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഗോവിന്ദാണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയായിരിക്കും, രാധികാമ്മയ്ക്ക് ഇല്ലാത്ത എന്തൊരു സന്തോഷമാണ് ഈ അമ്മയ്ക്ക്, ഇനിയിപ്പോൾ ഇതായിരിക്കും രക്തബന്ധം എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തിരിച്ചറിയായിരിക്കും ചെയ്യുന്നത്. ശേഷം വിജയലക്ഷ്മി അമ്മയാണെങ്കിലും ലഡുവൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഗീതുവിനൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരിക്കും. അപ്പോൾ ഗീതു ആണെങ്കിലും രേഖയുടെ ആ ഒരു കാര്യം പറയുമായിരിക്കും. ഈ സമയം രഞ്ജു പറയും, ഇനിയിപ്പോൾ ഞാൻ മാത്രമേ വിശേഷം അറിയിക്കാനുള്ളൂ അല്ലേ എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.